നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരി തമ്പി. നമ്മൾ ഏവരുടെയും ഒരു പ്രധാന സംശയമാണ്, മരിച്ച വ്യക്തികളുടെ ഫോട്ടോ വീട്ടിൽ സൂക്ഷിക്കാം. ആ ഫോട്ടോ വയ്ക്കുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും ദോഷങ്ങൾ നമ്മൾക്ക് വന്ന് ഭവിക്കുമോ? പ്രേത ദുരിതവും പ്രേതാവേശവും നമ്മുടെ ഗൃഹത്തിൽ വന്നു ചേർന്ന് ധനനഷ്ടവും ഐക്യതക്കുറവും മാനസികമായ വിഷയങ്ങളും ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. പലരും ഇത് ചോദിക്കാറുമുണ്ട്. ഒരുപാട് പേരുടെ ചോദ്യത്തിന് ഒരു ലഘു വിശദീകരണമാണ് ഞാൻ ഈ നൽകുന്നത്. നമ്മളുടെ ജനന ഹേതുവായി നമ്മളുടെ അച്ഛൻ, തലമുറയിൽപ്പെട്ട പിതൃക്കൾ, ഇവരുടെയൊക്കെ ഫോട്ടോകൾ വയ്ക്കുന്നത് കൊണ്ട് ഒരു ദോഷവും ഇല്ല. കൃത്യമായി നമ്മൾ ഈ ഫോട്ടോ വയ്ക്കുമ്പോൾ അതിന് ചില ദിശകൾ മാത്രം ആ വസ്തുവിൻ്റെ കിടപ്പും ആ ഗൃഹത്തിൻ്റെ നിൽപ്പും ദർശന വീതികളും നോക്കി ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് പൂജാമുറിയിലോ പ്രധാനമായിട്ടുള്ള വീടിൻ്റെ സ്ഥലങ്ങളിലോ വെച്ച് വിളക്ക് കൊളുത്തുക, ലൈറ്റ് ഇടുക, മാല ചാർത്തുക, മറ്റ് പൂജാവിധാനങ്ങൾ ചെയ്യുക, ഇത് മാത്രം നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. നമ്മളുടെ പിതൃക്കളുടെ ഫോട്ടോ വെക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരുവിധമായ ദോഷങ്ങളും വന്നു ഭവിക്കുകയില്ല. ശരിക്കും നാരായണബലി പോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് മുജ്ജന്മത്ത് നമ്മുടെ ജന്മഹേതുവായി വന്നുപോയ പിതൃക്കളെയൊക്കെ തലമുറകളായിട്ടുള്ള ദോഷഫലങ്ങളൊക്കെ ആവാഹിച്ച് മാറ്റി വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിച്ച് വേണ്ട വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്താൽ അതിനുശേഷം ഇത്തരം ഫോട്ടോയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വയ്ക്കരുത് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്ക് പിതൃവിനെ കാണുകയോ നമസ്കരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ ഇത്തരം കർമ്മങ്ങൾ നമ്മൾ ആചരിക്കുമ്പോൾ അത് വിധിപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പൂജാമുറിയിലോ പ്രധാന സ്ഥലങ്ങളിലോ വച്ച് ആരാധന ചെയ്യരുത് എന്ന് മാത്രം. നമ്മുടെ ഓഫീസ് റൂമുകളിൽ നമ്മൾക്ക് സ്വതന്ത്രമായി വച്ച് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒക്കെ ദിശയ്ക്ക് അനുസൃതമായിട്ട് ഈ പടങ്ങൾ വയ്ക്കാവുന്നതാണ്. ഇത് വാസ്തുവിധിയിലോ ശാസ്ത്രവിധിയിലോ ഒരു ദോഷമായി പറയുന്നില്ല. ഇത്രമാത്രം ചിന്തിക്കുക. നാരായണ ബലി പോലുള്ള കർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണമായി ശുദ്ധീകരിച്ച ഒരു സ്ഥലത്ത് പിന്നത് വയ്ക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് തന്നെ വിളിച്ച് ചോദിക്കാം.